warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in. ആളെടുക്ക പള്ളി പ്രസിഡന്റ് മോണാക്ക സ്റ്റേജിൽ, റിങ്കൽ പള്ളി പ്രസിഡന്റ് സെക്രട്ടറി അല്ലോട്ട് സ്റ്റേജിൽ, KC ഹസൻ അർച്ച ഈ നാട്ടിലെ പള്ളി പ്രസിഡന്റ് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കണക്ക് മജ്‌ലിസ് ഉസ്താദ് അവറുകളുടെ മുഹിബ്ബീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, സത്യവിശ്വാസികളെ, നമ്മുടെ വന്യരായ ഉസ്താദ് അവറുകളുടെ കണക്ക് മജ്‌ലിസ് ഉസ്താദ് അവറുകളുടെ 6ാമത്തെ ആണ്ട് അനുസ്മരണ പരിപാടിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കുമാറാകട്ടെ. ഈ മജ്‌ലിസ് അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടെ നിന്നും ഉയരുന്ന എല്ലാ പ്രാർത്ഥനകളും അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വന്യരായ ഉസ്താദ് അവറുകളുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇപ്രാവശ്യം ഒരൽപ്പം വിപുലമായ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെ കണക്ക് മജ്‌ലിസ് ഉസ്താദ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും എപ്പോഴും എല്ലാവരോടും പറഞ്ഞ് അവരെ കാണണമെന്നും കേൾക്കണമെന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന വന്യരായ ഹുജ്ജത്തുൽ ഉലമ മൗലാന നമ്മുടെ ഉസ്താദ് അവറുകൾ സംബന്ധിക്കുന്ന പരിപാടി നമ്മൾ എല്ലാ വർഷവും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം വലിയ പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് നമ്മൾ വല്ലാതെ അതിന് മെനക്കെടാറില്ല. അതുമാത്രമല്ല, 300ഓളം കിലോമീറ്റർ അകലെ നിന്ന് വേണം ഇവിടെ ഉസ്താദ് അവറുകൾ എത്തിച്ചേരാൻ. അതിന്റെ പ്രയാസമൊക്കെ ആലോചിച്ചിട്ടാണ് ഇതുവരെ നമ്മൾ ഈ ഒരു ആണ്ടനുസ്മരണ പരിപാടിയിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കാതിരുന്നത്. പക്ഷേ ഒരിക്കൽ എന്തായാലും വന്യരായ ഉസ്താദിനെ ഇവിടെ കൊണ്ടുവരണമെന്ന്, ആണ്ടനുസ്മരണ പരിപാടിയിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മളെല്ലാവരുടെയും ഒരാഗ്രഹമാണ്. എന്താണ് അവിടുന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ നമുക്ക് ആകാംക്ഷയുണ്ട്, വലിയ താല്പര്യമുണ്ട്. അതും കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് വന്യരായ ഹുജ്ജത്തുൽ ഉലമ ഉസ്താദ് അവറുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്യരായ അബൂബക്കർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന, ഇപ്പോൾ നമ്മൾ എല്ലാവരും കനക മജ്‌ലിസ് ഉസ്താദ് എന്ന് പറയുന്ന, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് മാപ്പിളടക്ക ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. കഴിഞ്ഞ വർഷം ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഈ സുള്യ പ്രദേശത്ത് വളരെ ശാന്തമായി ഇസ്ലാമിക പ്രബോധനം നടത്തിയ 2 മഹാവ്യക്തിത്വങ്ങളാണ്. അതിലൊരാൾ
നമ്മുടെ ദുഗലെടുക്കത്ത് അന്തിയുറങ്ങുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എത്ര കടുത്ത മുസ്ലിം വിരോധികളാണെങ്കിലും തങ്ങളെ ബഹുമാനിക്കാത്ത, ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങളെ ആദരിക്കാത്ത ഒരാൾ ഈ പ്രദേശത്തുണ്ടാവുകയില്ല എന്നുറപ്പാണ്. അതുപോലെ വളരെ ശാന്തമായി, വളരെ സുന്ദരമായി, മറ്റാർക്കും അലോസരമുണ്ടാക്കാത്ത വിധം ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിൽ തന്റെ മേൽ എന്താണോ അല്ലാഹു തആല ചുമതലപ്പെടുത്തിയതെങ്കിൽ അത് വളരെ കൃത്യമായി നിറവേറ്റി അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഉസ്താദവറുകൾ. ഇവർ രണ്ടുപേരും ഒരേ ദിശയിൽ സഞ്ചരിച്ചവരാണ്, ഒരേ മാർഗത്തിലൂടെ സഞ്ചരിച്ചവരാണ്. എന്ന് വെച്ചാൽ മുൻഗാമികളായ ആലിമീങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ എങ്ങനെയാണോ നമുക്ക് പരിചയപ്പെടുത്തിയത്, നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നതെങ്കിൽ അതേ രൂപത്തിൽ എവിടെയും ഒരു മാറ്റമില്ലാതെ വളരെ സുന്ദരമായി നമുക്ക് കൈമാറിയ രണ്ടു മഹാവ്യക്തിത്വങ്ങളാണ് ദുഗലെടുക്കത്തെ തങ്ങളും ഇവിടത്തെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളും. ഇപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എനിക്ക് യഥാർത്ഥത്തിൽ ഉസ്താദിന്റെ ദർസിൽ കൂടാനോ അതിൽ സംബന്ധിക്കാനോ ദർസിൽ ഒരു വിദ്യാർത്ഥിയായി പഠിക്കാനോ ഒന്നും അവസരമുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അവരടുത്ത് പഠിച്ച കുട്ടികളോടും അവിടുത്തെ ശിഷ്യന്മാരോടും ഞാൻ പറയാറുണ്ട്, ഒരു കൂട്ടായ്മ നമുക്കുണ്ടാവേണ്ടതായിരുന്നു, ഒരു ശിഷ്യ കൂട്ടായ്മ നമുക്ക് വേണ്ടതായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. ഇനിയും നേരം വൈകിയിട്ടില്ല, നമുക്കൊരു കൂട്ടായ്മ. ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക്, നമ്മുടെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ സമുന്നതരായ നേതൃത്വമാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ധൈര്യം പകരുന്ന ഒരാത്മീയ നേതാവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വന്യരായ ഉസ്താദവറുകൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കാട്ടിക്കൂട്ടലിന്റെ ലോകത്തല്ല ജീവിച്ചത്. ഒരു യഥാർത്ഥ ആത്മീയ നേതാവ് എങ്ങനെയാണോ സമുദായത്തിന് സന്ദേശം പകരേണ്ട നേതാവ്, ആരുമില്ലാത്ത, ഇസ്ലാമികമായി വളരെയൊന്നും പുരോഗതിയില്ലാത്ത നാടുകൾ സ്വയം തെരഞ്ഞെടുത്തുകൊണ്ട് താൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട്, ഒരു പക്ഷേ തന്റെ കീശയിൽ നിന്ന് പോലും പൈസമെടുത്ത് ചെലവഴിച്ചുകൊണ്ട് പള്ളിയെ മുന്നോട്ട് നയിച്ചിരുന്ന, മദ്രസകളെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു സാത്വിക മഹാപുരുഷനായിരുന്നു ഇവിടെ അന്തിയുറങ്ങുന്ന ഉസ്താദവറുകൾ. നമുക്കറിയാം, സുദീർഘകാലം മാപ്പിളടുക്കയിലെ മുദർരിസാണ്. വണ്ടൂരിലെ പഠനത്തിനു ശേഷം ശൈഖുന താജുൽ ഉലമയിൽ നിന്നും സനദ് വാങ്ങി വന്നതിനു ശേഷം സുദീർഘകാലം മാപ്പിളടുക്കയിലെ മുദർരിസാണ്. സ്വന്തം നിലക്കും കുട്ടികളെ ഉപയോഗിച്ചും വേണ്ട ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്തും അന്നത്തെ മാപ്പിളടക്കയെ അറിയുന്നവർക്കറിയാം, ഇന്നും വലിയ വ്യത്യാസമൊന്നും ആ നാട്ടിലില്ലല്ലോ. ഒരു ബിൽഡിങ്ങും ചെറിയ ഒരു പരിസരം, ആ ഒരു രീതിയിലാണ് ഇന്നും ഉള്ളത്. പക്ഷെ ക്യാൻറ്റീൻ സംവിധാനമുണ്ട്. അന്നങ്ങനെയല്ല, ആരുമില്ലാത്ത ഒരു പ്രദേശത്ത്
പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദഅവത്ത് തന്റെ മേൽ അർപ്പിതമായിട്ടുള്ള ചുമതല വണ്ടൂരിലെ ശൈഖുനയിൽ നിന്നും ഇജാസത്ത് വാങ്ങി വന്നതിന് ശേഷം എങ്ങനെയാണോ നിർവഹിക്കേണ്ടത് വളരെ കൃത്യമായി വളരെ സുന്ദരമായി അവിടെ ദർസിന്റെ മേഖലയിൽ പ്രബോധനം നടത്തി എല്ലാവരുടെ ഇടയിലും. ഇവിടെ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ജാൽസൂറിലും അതുപോലെ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലും എത്രയോ അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നോട് തന്നെ പലപ്പോഴും ഉസ്താദിന്റെ മഹത്വം പറയുന്നത് എനിക്ക് അനുഭവത്തിലുണ്ട്. രാത്രിയായാൽ മക്കൾക്ക് പ്രയാസം വരുമ്പോ, വീട്ടുകാർക്ക് പ്രയാസം വരുമ്പോ, ആശുപത്രികളിൽ പോയി മടക്കി വിടുമ്പോ ഉസ്താദിന്റെ ഒരു വള്ളത്തിന് വേണ്ടി, ഒരു ചരടിന് വേണ്ടി, ഒരു നൂലിന് വേണ്ടി മാപ്പിളടുക്കയിലേക്ക് ഓടിയിരുന്ന എത്രയോ ജനങ്ങൾ. ഇതൊരു ഭാഗത്ത് ഉസ്താദിന്റെ പ്രവർത്തനമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ദർസ് മേഖല കഴിയുന്നത്ര, അതിനുശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അജ്ജാവറ ആ പരിസരത്ത് ഉസ്താദ് ദർസ് നടത്തിയിരുന്നു. വളരെ സുന്ദരമായ ദർസ്. പിന്നീട് ദർസൊക്കെ ശോഷിക്കുകയും കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോ കൊല്ലമകർ പോലെയുള്ള ആരും എത്തിപ്പെടാൻ, നമുക്ക് തന്നെ സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ പോകാൻ എത്ര വലിയ പ്രയാസമാണ്. അത്തരം ഒരു സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് തന്റെ മേലർപ്പിതമായിട്ടുള്ള കടമ വളരെ സുന്ദരമായി നിർവഹിച്ച് അള്ളാഹുവിങ്കിലേക്ക് യാത്രയായവരാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ അവസാനം സേവനം ചെയ്യുന്നത് നമ്മുടെ കുമ്പർച്ചോടിലാണ്. കുമ്പർച്ചോടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ താൻ മനസ്സിലാക്കിയ സത്യം, തന്നെ ശൈഖുന ഏൽപ്പിച്ച ഉത്തരവാദിത്വം, താൻ ഗുരുപരമ്പരയിൽ നിന്നും മനസ്സിലാക്കിയ സത്യം തന്നെ കൊണ്ട് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയപ്പോ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട്, എനിക്കാരുടെയും ഔദാര്യമൊന്നും വേണ്ട, ആ ഭാഷ തന്നെ എന്നോട് തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ആര് ഔദാര്യമൊന്നും വേണ്ടാലേ, നമുക്ക് അല്ലാഹു ഉണ്ട് എന്ന രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സംസാരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്റെ മേലർപ്പിതമായ ചുമതലകൾ വളരെ കൃത്യമായി ഗുരുപരമ്പരയിലെ ബഹുമാനപ്പെട്ട മശായിഖുമാർ കാണിച്ചു തന്ന ആ സുന്ദര മാർഗത്തിലൂടെ ഇവിടെ പ്രബോധനം നടത്തി അള്ളാഹുവിങ്കിലേക്ക് യാത്രയായവരാണ്. ഇന്നലെ എനിക്കൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. രാത്രി 12 മണിക്കാണ് മടിക്കേരി ഭാഗത്ത് നിന്ന് ആരോ വന്നുകൊണ്ട് ഇവിടെ സിയാറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ, ഇവിടെ CCTV ഉണ്ട്, അതിന്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഇഷ്ടക്കാരായ എത്രയോ ആളുകൾ ഇവിടെ അവർക്ക് പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, മറ്റാരോടും സങ്കടം ഇറക്കി വെക്കാനില്ലാത്തൊരവസ്ഥ വരുമ്പോ ഇവിടെ നിന്ന് വന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് അവരോട് ആവലാദികൾ പറഞ്ഞുകൊണ്ട് അവർ മടങ്ങുന്നത് നമുക്ക് കാണാം. അവരുടെ ജീവിതവും നമുക്ക് ഖൈറാണ്, അവരുടെ മരണവും നമുക്ക് ഖൈറാണ്. ആ രീതിയിലാണ് ഉസ്താദിന്റെ ജീവിതം. അല്ലാഹു തആല അവരുടെ ബർസഖിലെ ജീവിതം ദർജകൾ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ, പ്രകാശപൂരിതമാകട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. 10:45 നമ്മൾ കാര്യപരിപാടി ആരംഭിക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ഒരൽപ്പം വൈകിപ്പോയി. സ്റ്റേജിലേക്ക് വരേണ്ട ഉസ്താദുമാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. എന്റെ മേൽ അർപ്പിതമായിട്ടുള്ള ചുമതല ഇവിടെ സ്വാഗതം ചെയ്യുക, വന്നെത്തിച്ചേർന്ന ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ സുള്ളിയ ബഹുമാനപ്പെട്ട തങ്ങളായിരുന്നു. പരിപാടി തീരുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ഈ നാട്ടിലെ മുൻ മുദരിസും കൂടിയാണ്, വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി എല്ലാം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളാണ്. നമുക്ക് അല്ലാഹു തആല കനിഞ്ഞേകിയ മഹാസൗഭാഗ്യമാണ് തങ്ങളവറുകൾ. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായേടം മുതൽ ഇവിടെ നടക്കുന്ന, ജീവിച്ചിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ തങ്ങളുടെ വാപ്പയുടെ കൂട്ടുകാരാണ്. ആ നിലയ്ക്ക് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് ഇവരുടെ കബറടക്കുന്ന വിഷയം മുതൽ ഇവിടെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ധൈര്യം പകരുന്ന ഒരാത്മീയ അവലംബം ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. എല്ലാറ്റിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് കാര്യം നമ്മുടെ കുടുംബപരമാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാകട്ടെ, എന്തും നമുക്ക് തുറന്നു പറയാനുള്ള നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല കനിഞ്ഞേകിയ മഹാസൗഭാഗ്യം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഈ പരിപാടി നിയന്ത്രിക്കും. അതുപോലെ തന്നെ തങ്ങളെ വളരെ ആദരവോടുകൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് GM ഇബ്രാഹിം ഫുർഖാനി ഉസ്താദ് അവറുകളാണ്. അറിയുന്നവരുണ്ടാകും, അറിയാത്തവർ ഇക്കൂട്ടത്തിലുണ്ടാകും.
നമ്മുടെ എല്ലാ ആളുകൾക്കും GM ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, ഉസ്താദുമാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഉസ്താദ് അവറുകൾ നമ്മുടെ ഉസ്താദുമാരുടെയും നമ്മുടെ മശായിഖുമാരുടെയും അതേ വഴിയിൽ സഞ്ചരിക്കുകയും നമ്മുടെ യുവാക്കളൊക്കെ മുന്നിൽ കൊണ്ടുവരാൻ വളരെ പരിശ്രമിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, വളരെ ആത്മാർത്ഥമായി ദീനുൽ ഇസ്ലാമിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി സൗദി അറേബ്യ ഇതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട GM ഇബ്രാഹിം ഫുർഖാനി ഉസ്താദ് അവറുകൾ വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അനുസ്മരണ ഭാഷണം നടത്തുന്ന സയ്യിദ് NPM ഹാമിദ് കോയമ്മത്തങ്ങൾ, ഫസൽ ഹാമിദ് കോയമ്മത്തങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ജ്യേഷ്ഠൻ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ കൊയിലാണ്ടി, അതുപോലെ തന്നെ സയ്യിദ് NPM ഷറഫുദ്ദീൻ തങ്ങൾ കുന്നുങ്കൈ, അതുപോലെ തന്നെ സയ്യിദ് NPM ജലാലുദ്ദീൻ തങ്ങൾ, ഇവരുടെ കുടുംബമൊക്കെ ഈ വീടുമായും ബഹുമാനപ്പെട്ട ഉസ്താദുമായും വളരെ ബന്ധമുള്ളവരാണ്. ഇവരെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് നമുക്ക് വളരെ മനോഹരമായി പ്രസംഗിച്ച നമ്മുടെ രഞ്ജലാടി RIC ഇതിന്റെ മാനേജറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ഉസ്താദ് രഞ്ജലാടി അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ സമീപത്തുള്ള വളരെ പ്രശസ്ത കലാലയമായ മാടന്നൂർ നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി ഉസ്താദ് അവറുകൾ, ഇവരൊക്കെ ഏതെങ്കിലും സമയത്ത് ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രഗത്ഭ പ്രഭാഷകൻ നമ്മുടെ ഉസ്താദിന്റെ മുഹിബും ഉസ്താദ് അങ്ങോട്ട് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സുഹൈർ അസ്ഹരി ഉസ്താദ് പള്ളങ്കോട് വളരെ സുന്ദരമായി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അൻവർ അലി ദാരിമി ഉസ്താദ് അജാവറ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉസ്താദ് അവറുകളെയും ഈ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു മനോഹരമായ അനുസ്മരണ ഗാനം ആലപിക്കാനുണ്ട്. മാസ്റ്റർ GM നബീൽ, മാസ്റ്റർ GM റാഫി, അതുപോലെ തന്നെ മാസ്റ്റർ ജാവിദ് തുടങ്ങിയവരുടെ സംഘമാണ് ഇവിടെ അനുസ്മരണ ഗാനം ആലപിക്കുന്നത്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൗലിദ് പരിപാടികൾക്കും സിയാറത്തിനും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അൽഹാജ് അയ്യൂബ് വഹബി ഉസ്താദ് ഗഡിയാർ, അതുപോലെ നമ്മുടെ ഈ മഹലിന്റെ ഖതീബ് ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി മാടന്നൂർ ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ മുഅദ്ദിൻ ഉസ്താദ് ആദം ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ മുഹമ്മദ് സഅദി പെർനെ, നമ്മളെ ഇപ്പുറത്തുള്ള അഹമ്മദ് ബദവി ജുമാ മസ്ജിദ് ഇവിടുത്തെ ഖതീബ് ഉസ്താദ് അവറുകൾ തുടങ്ങി എല്ലാ ഉസ്താദുമാരെയും നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ആളെടുക്ക പാണമംഗളൂർ ആളെടുക്ക നമ്മുടെ മൗലാന ഉസ്താദ് അവറുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും എത്തിച്ചേർന്ന ഉസ്താദുമാരാണ്, നേതാക്കളാണ്. ആളെടുക്ക മഹലിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PM അബ്ദുറഹ്മാൻ മോനാക്ക അവരുകളെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അതിന് തൊട്ടടുത്തുള്ള രംഗേൽ ജുമാഅത്ത് മസ്ജിദ് പ്രസിഡന്റ് നമ്മുടെ കരീമാക്ക, അതുപോലെ തന്നെ സെക്രട്ടറി നമ്മുടെ അബൂബക്കറാക്ക, അതുപോലെ തന്നെ നമ്മൾ ഇവിടത്തെ ജമാഅത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു, വന്നിട്ടില്ല. നമ്മുടെ സുണ്ണമൂല മഹല്ല് പ്രസിഡന്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവരണം സ്റ്റേജിലേക്ക്. വളരെ അനുഗ്രഹീതമായ മജ്ലിസാണ്. അതുപോലെ തന്നെ ഹനീഫ് മുസ്ലിയാർ നമുക്ക് അനുസ്മരണ പ്രഭാഷണം നടത്താനുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് ഹാജി സുള്ളിയ, സുപ്രീം മുഹമ്മദാക്ക, ഇവരെല്ലാവരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വാന് വിളിച്ചും ബസ് വിളിച്ചും കാറുകളിലായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മുഹിബീങ്ങളെ ഒറ്റ ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇൻഷാ അല്ലാഹ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഇവിടെ ഉണ്ട്, ഉസ്താദിനെ കാണാൻ വേണ്ടി ഉള്ളിൽ പോയതാണ്. വൈകാതെ ഇവിടെ എത്തിച്ചേരും, നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരും. അതുപോലെ നമ്മളെ പൂപ്പി അബൂബക്കറാക്ക അവരെയും ഈ പരിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഉസ്താദുമാരെയും നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് GM ഇബ്രാഹിം ഫുർഖാനി അവരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.